മക്കളെ ഹായ് ഹായ് ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷിന്റെ യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ എ ഡോൾസ് ജേർണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ അങ്ങ് അരച്ച് കലക്കി പഠിക്കണം. ഉറക്കത്തെ ചോദിച്ചാൽ പോലും ഈ ചാപ്റ്ററിൽ ഓരോ വരികളും നമുക്ക് കിട്ടണം. അപ്പൊ നമ്മള് അതാണ് ഇന്ന് എ ഡോൾസ് ജേർണിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാത്രം ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ, യൂണിറ്റ് 2 എ ഡോൾസ് ജേർണി ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എ ഡോൾസ് ജേർണി ഇത് കുറച്ച് വലിയ കഥയാണ്, അതുകൊണ്ട് മാക്സിമം ചുരുക്കി പറയാൻ പറ്റുന്നത് ഞാൻ പറയാം. എന്നാലും നമുക്ക് ആദ്യമൊക്കെ ഒന്ന് വായിക്കാം. ഓക്കെ, എ ഡോൾസ് ജേർണി ആണ്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ, അതായത് ഒരു വൈകുന്നേരം. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ ഔട്ട് എ പാർക്ക് ഇൻ ബെർലൈൻ, അതായത് കഫ്ക ഈ പാർക്കിലെ കൂടി നടക്കുമായിരുന്നു. He met a girl who was crying because she had lost her favorite doll. അതായത് ഒരു കുട്ടി കരയായി നടന്നിട്ട് എന്റെ ഫേവറേറ്റ് ഡോളിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയും. കഫ്ക joined her in searching for the doll unsuccessfully. അതായത് കഫ്ക എന്ന് പറയുന്ന ഒരാളാണല്ലോ മെയിൻ. അപ്പൊ ഈ കഫ്കയും കൂടി ആ കുട്ടീന്റെ അപ്പുറം ഈ ഡോളിനെ തപ്പാൻ വേണ്ടി കൂടി. പക്ഷെ അത് അൺസക്സസ്ഫുള്ളി ആയി. അതായത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. He also promised her that he won't meet her the next day. അതായത് നമുക്ക് നെക്സ്റ്റ് ഡേ ഇനി തപ്പാം. ഇനിയിപ്പൊ to continue looking for the doll. നമുക്ക് ഇനി ഈ ഡോളിനെ നാളെ തപ്പാം. ഇന്ന് വൈകുന്നേരം ഈവനിങ് ആയി. അപ്പൊ വൈകുന്നേരം ആയില്ല, ഇന്ന് നാളെ തപ്പാന്ന് പറഞ്ഞു. The next day they met at the park in the evening. അതായത് പിറ്റേ ദിവസം വൈകുന്നേരം ഇവര് രണ്ടാള് കണ്ടുമുട്ടി. ഡോളിനകത്ത് അപ്പം പിറ്റേന്ന് വരാൻ തന്നെയല്ലോ, അപ്പൊ ഇവരിങ്ങനെ കണ്ടുമുട്ടി. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, അതായത് സെർച്ച് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാകുമ്പോ കഫ്ക പ്രിപ്പയർഡ് ദാറ്റ് ദ ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച്. അതായത് കഫ്ക ഈ കുട്ടീനെ വിഷമം കണ്ടിട്ട് ബെഞ്ചിന്റെ അടിയിൽ ഒരു ലെറ്റർ വെച്ചു. അതായത് ഞാൻ ഇതിനി വായിക്കാണ്ട് ഞാൻ ചുരുക്കി പറയാം, കാരണം കുറച്ച് വലുതാണ്. ക്ലാസ്സിന്റെ ലെറ്റർ മാക്സിമം കുറച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഇവ കഫ്ക ഡോളാന്നുള്ള രീതിയിൽ ഒരു കത്ത് എഴുതിയിട്ട് എവിടെ വെച്ചു? ബെഞ്ചിന്റെ അടിയിൽ വെച്ചു. ഈ മീൻസ് ആ ഡോളാന്നുള്ള രീതിയിൽ വെച്ചാണ്. അതില് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായത് I am a trip around the world. It is really exciting. I will tell you everything when I am back. അതായത് ഞാനൊരു വേൾഡ് ടൂറിലാണ് ഇപ്പൊ ഉള്ളത്. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഇത് ഭയങ്കര അടിപൊളിയാണ്, ത്രില്ലർ ആണെന്ന് പറഞ്ഞു. ത്രില്ലറായി പൊളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ടാകുമ്പോ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു കഫ്ക ആ കുട്ടീനോട്. ആ കുട്ടിക്ക് പേരില്ല, ഇതിൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയും, എന്നാൽ എന്റെ ഡോൾ എന്നോട് പറയാൻ ട്രിപ്പ് പോയില്ല. മീൻസ് കുഞ്ഞു കുട്ടിയാണ്, അപ്പൊ ഡോള് ട്രിപ്പ് പോയില്ലോ, ഡോള് ലെറ്റർ എഴുതി എന്നെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ എന്താ പറയാ ലെറ്റർ എഴുതിയത് കഫ്കയാണ്. ഓക്കെ, ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് ചോദിക്കാം, എന്നാൽ ഇവള് എന്നോട് പറയാൻ ട്രിപ്പ് പോയില്ല, എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ then one day Kafka told the girl that the doll was engaged to be married. അതായത് കഫ്ക ഒരു ദിവസം ഈ പെൺകുട്ടിനോട് പറഞ്ഞു, നിന്റെ ഡോള് എൻഗേജ്ഡ് ആയിട്ടാണുള്ളത്, അതായത് മാരിഡ് ആവാൻ പോവെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഡോള് മാരിഡ് ആവാം. അപ്പൊ കുഞ്ഞു കുട്ടീനെ ആ വിഷമം മാറ്റാൻ വേണ്ടി കഫ്ക പറയുന്നതാണ്. He had met her while on a trip to another part of the country. അതായത് ഈ ഡോള് വേറെ ഒരു കൺട്രിയിലേക്ക് ട്രിപ്പ് പോയിട്ടാണുള്ളത്. Kafka also told her that she had even introduced him to the young man she was going to marry. അതായത് ഈ ഡോൾ ഒരു ആളായിട്ട് മാരിഡ് ആവാൻ പോയെന്ന് പറഞ്ഞു, കല്യാണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. Okay, she promised that she won't be writing as soon as the preparations for the wedding for ever. അതായത് ഈ ഡോള് വീണ്ടും ഒരു ലെറ്റർ എഴുതാനുള്ള ഗൈഡില് കഫ്ക ഒരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, അതില് പറയുന്നു ഞാൻ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിന്റെ തിരക്കിലാണ്, അതുകൊണ്ടാണ് ലെറ്റർ എഴുതാൻ പറ്റാഞ്ഞത് എന്നെല്ലാം പറഞ്ഞു. അപ്പം എന്താ അങ്ങനെ എഴുതിയപ്പോ ഈ ഗേളിന്
ദ ഗേൾ ഈസ് വെരി ഹാപ്പി. കാരണം എന്താണ്, ഈ ഗേളിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്റെ ഡോള് ഹാപ്പി ആണല്ലോ, ടൂറെല്ലാം പോയി അങ്ങനെ ഹാപ്പി ആണല്ലോ, പിന്നെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഡോൾ എവിടെയോ കളഞ്ഞു പോയത്. അന്ന് ഡോള് ഇതെല്ലാം കുറെ കഴിഞ്ഞിട്ടാണ് വരും. വെഡിങ്ങിന്റെ തിരക്ക് കൊണ്ടാണ് ഇത് എന്താ പറയല്ലേ, ഒന്നും പറയാൻ പറ്റാഞ്ഞ, ലെറ്റർ ഒന്നും അയക്കാൻ പറ്റാഞ്ഞ എന്നാ പറഞ്ഞേ. പക്ഷെ അങ്ങനെയല്ല, ആ ഡോൾ എവിടെ കളഞ്ഞു പോയതാണ്. ഡോളിന് ജീവനില്ല, ഡോളിന് ലെറ്റർ എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഊഹിക്കാലോ. അപ്പം പിന്നെ ഡയറി എഴുതാനുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ബായ്, അടുത്ത ക്ലാസ് ആയിട്ടാണ്.